ഐൽസിന്റെ ടാസ്ക് ടു റൈറ്റിംഗ് ആണ് നമ്മൾ പറഞ്ഞു തരുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച ചോദിച്ച ചോദ്യത്തിന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എടുക്കുന്നു, ആ ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യുന്നു. ആ സോൾവ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ അതിന്റെ ഇൻട്രൊഡക്ഷൻ എങ്ങനെ എഴുതണം എന്നുള്ള കാര്യം കൂടി കാണിച്ചിരുന്നുണ്ട്. അപ്പോൾ ഐൽസിന് വേണ്ടിയിട്ടുള്ള ഐൽസിന്റെ ടാസ്ക് 2 വേണ്ടിയിട്ടുള്ള റൈറ്റിംഗിന്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഐൽസായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും. എങ്ങനെ ഏറ്റവും നന്നായിട്ട് എസ് എഴുതാന്നുള്ള കാര്യം ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കാര്യം പറഞ്ഞു തരാൻ മാത്രമല്ല എങ്ങനെ ചെയ്യാന്നുള്ള കാര്യം കൂടി കാണിക്കുന്നുണ്ട്. സോ വെൽക്കം ടു മൈ വീഡിയോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നൗഡേസ് പ്രൈവറ്റ് കമ്പനീസ് കോൺട്രിബ്യൂട്ട് മോർ മണി ടുവേർഡ്സ് സയന്റിഫിക് റിസർച്ച് ദാൻ ദ ഗവൺമെന്റ്. ഈസ് ഇറ്റ് എ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഡെവലപ്മെന്റ് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറയുന്ന സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു ചോദ്യം 10 തവണ വായിക്കുക എന്നുള്ള കാര്യമാണ്. 10 തവണ വായിക്കണം എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയുന്നത്. നൗഡേസ് പ്രൈവറ്റ് കമ്പനീസ് കോൺട്രിബ്യൂട്ട് മോർ മണി ടുവേർഡ്സ് സയന്റിഫിക് റിസർച്ച് ദാൻ ദ ഗവൺമെന്റ്. ഈസ് ഇറ്റ് എ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഡെവലപ്മെന്റ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സ്ട്രക്ചർ നമ്പർ 1 ശരിക്കും പറഞ്ഞാൽ എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിലെ കീവേഡുകൾ ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ സയന്റിഫിക് റിസർച്ച് ശരിക്കും പറഞ്ഞാൽ ഇതൊരു കീവേഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. സയന്റിഫിക് റിസർച്ച് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാക്ക് തന്നെയാണ് ഇതിൽ. പിന്നെ ഇതിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഇതെന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് കമ്പനീസ് എന്നുള്ളതാണ്. പിന്നെ ഗവൺമെന്റ് എന്നുള്ള വാക്കും നമുക്ക് വേണമെന്ന് വെച്ചാൽ എടുക്കാവുന്ന ഒരു വാക്കാണ്. പ്രൈവറ്റ് കമ്പനീസ്, ഗവൺമെന്റ് എന്നുള്ള രണ്ടാമത്തെ ഇതിലും ഏറ്റവും കീവേഡ് ആയിട്ട് പറയുന്നത് സയന്റിഫിക് റിസർച്ച് ആണ്. അപ്പോൾ സയന്റിഫിക് റിസർച്ച് വേണം, പ്രൈവറ്റ് കമ്പനീസ് വേണം, പിന്നെ നമുക്ക് പറയുന്നത് ഗവൺമെന്റും വേണം. അപ്പൊ ഇത് മൂന്നുമാണ് ശരിക്കും പറഞ്ഞാൽ ഇതിലെ കീവേഡ് എന്നുള്ള. ഇനി നമുക്ക് ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇനി നമുക്ക് ബ്രെയിൻ സ്റ്റോമിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 3 വാക്കുകൾ കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ച് എങ്ങനെ ബ്രെയിൻ സ്റ്റോം ചെയ്യാന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. സയന്റിഫിക് റിസർച്ച് എന്താണെന്നുള്ള കാര്യം നമുക്കറിയാം. ശാസ്ത്രത്തിന്റെ ഉന്നമനം അല്ലെങ്കിൽ ശാസ്ത്രം യൂസ് ചെയ്തിട്ട് റിസർച്ചുകൾ ചെയ്ത് അത് ബെനിഫിറ്റ് ചെയ്യുന്നത് അതിന് സൊസൈറ്റിക്കും ഹ്യൂമണിനും വേണ്ടിയിട്ട് ബെനിഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് പ്രൈവറ്റ് കമ്പനീസ് ചെയ്യണം എന്നുള്ള കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്നുള്ളതാണ് ചോദ്യം എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്കിപ്പോൾ ഏകദേശം ഒരു ചെറിയ ധാരണ കിട്ടി. സയന്റിഫിക് റിസർച്ച്, ഗവൺമെന്റ്, പിന്നെ പ്രൈവറ്റ് കമ്പനീസ് എന്നുള്ള കാര്യം. ഈ 3 കാര്യങ്ങളെ വെച്ചിട്ട് നമുക്ക് ഈ എസ്സേ എങ്ങനെ എഴുതാന്നുള്ള കാര്യം, ഇതിന് മനോഹരമുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എഴുതാന്നുള്ള കാര്യം എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഒരു ഇൻട്രൊഡക്ഷൻ എഴുതുമ്പോൾ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ 3 സെന്റൻസുകൾ എഴുതണം എന്നുള്ള കാര്യമാണ് നമ്മൾ പൊതുവെ പറയുക. ഈ 3 സെന്റൻസുകൾ എഴുതണം എന്നുള്ള കാര്യം എല്ലാവരും പറയും. പക്ഷേ എങ്ങനെ എഴുതണം എന്നുള്ള കാര്യം, എങ്ങനെ അത് ഇൻക്ലൂഡ് ചെയ്ത് എഴുതണം എന്നുള്ള കാര്യം ആരും പറയാറില്ല. ഇപ്പൊ നമ്മൾ ഇന്ന് കാണിച്ചു തരാൻ പോണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 സെന്റൻസുകൾ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യമാണ് നമ്മൾ പറയാൻ പോണത്. ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ ന്യൂട്രൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ സംഗതിയാണ് നമുക്ക് വേണ്ടത്. രണ്ടാമത് വേണ്ടത് പാരാഫ്രേസ് എന്ന് പറഞ്ഞ ഭാഗമാണ്. മൂന്നാമത്തെ തെസി സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ യുവർ വ്യൂ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഈ 3 ഭാഗം എങ്ങനെ മനോഹരമായിട്ട് ചെയ്യാന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എടുത്തിട്ട് ഈ ക്വസ്റ്റ്യന് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എങ്ങനെ എഴുതാന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എടുത്തിട്ട് നമുക്ക് നോക്കുമ്പോൾ ഏറ്റവും നല്ലൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻ ടുഡേയ്സ് ഗ്ലോബലൈസ്ഡ് വേൾഡ്. ഇതിൽ നമുക്ക് ഗ്ലോബലൈസ്ഡ് വേൾഡ് എന്നുള്ള കാര്യം ചോദിക്കാം. ചിലപ്പോൾ ഇതിൽ കണ്ടംപററി വേൾഡ് എന്ന് നിങ്ങൾ എഴുതരുത്. കണ്ടംപററി വേൾഡ് എന്ന് എഴുതി കഴിഞ്ഞാൽ ഇത് തെറ്റാണ്. ടുഡേയ്സ് ഗ്ലോബലൈസ്ഡ് വേൾഡ് എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. കാരണം എന്താ, ഇത് ഗ്ലോബലി റിലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരു ഗവൺമെന്റിനെ കുറിച്ചുള്ള കാര്യമല്ല, പ്രൈവറ്റ് കമ്പനീസ് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പോൾ നമുക്ക് ഗ്ലോബലൈസ്ഡ് വേൾഡ് ഇതിൽ വെക്കുന്നതിൽ തെറ്റില്ല. ഇൻ ടുഡേയ്സ് ഗ്ലോബലൈസ്ഡ് വേൾഡ് private companies play a crucial role in areas like medical and space research, and government worldwide actively support and encourage this collaborative trend. കണ്ടോ, നമുക്ക് വളരെ മനോഹരമായിട്ട് നമ്മൾ ഇത് ചെയ്തു. നമ്മുടെ കീവേഡുകളെ 3 നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ് ചെയ്തിരിക്കുന്നത്. പ്രൈവറ്റ് കമ്പനീസിനെ കുറിച്ചിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഗവൺമെന്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വേണം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നല്ല ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് എഴുതാൻ വേണ്ടിയിട്ട്. ജനറൽ സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ എഴുതേണ്ട എങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. ചുമ്മാ നമ്മളൊരു കാര്യത്തിന് സയന്റിഫിക് റിസർച്ചിനെ കുറിച്ച് മാത്രം, അല്ലെങ്കിൽ സയന്റിഫിക് റിസർച്ച് ഹാസ് എ പിവോട്ടൽ റോൾ എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഡോമിനന്റ് റോൾ എന്നുള്ള കാര്യം പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ അത് പ്രോപ്പർ ജനറൽ സ്റ്റേറ്റ്മെന്റ് ആവില്ല. അതിന് പകരം ഇങ്ങനെ എഴുതി കഴിഞ്ഞാലാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് എഴുതാൻ പറ്റുക. ഇനി നമുക്ക് പാരാഫ്രൈസ് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള കാര്യം കൂടി ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. പാരാഫ്രൈസ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇൻ ദിസ് കണ്ടക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ സ്റ്റഡി ഒരു കണക്റ്റീവ് അവിടെ വെക്കണം എന്നാണ് ഞാൻ പൊതുവെ പറയാറ്. എന്നിട്ട് നമുക്ക് ഇതിനെ പാരാഫ്രൈസ് ചെയ്ത് എഴുതുമ്പോൾ ഇങ്ങനെ നമുക്ക് എഴുതാം: ദ ഡിബേറ്റ് ഓവർ whether non-governmental entities allocate more resources to scientific research than public institutions has ignited intense discussions. വളരെ നല്ലൊരു സെന്റൻസ് ആണ് വന്നിരിക്കുന്നത്. വളരെ നന്നായിട്ട് നമ്മൾ പാരാഫ്രൈസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി വായിക്കാം. ദ ഡിബേറ്റ് ഓവർ വെദർ നോൺ ഗവൺമെന്റൽ എൻറ്റിറ്റീസ് അലോക്കേറ്റ് മോർ റിസോഴ്സസ് ടു സയന്റിഫിക് റിസർച്ച് ദാൻ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹാസ് ഇഗ്നൈറ്റഡ് ഇന്റൻസ് ഡിസ്കഷൻസ്. കണ്ടോ, നമ്മൾ ആ മാറ്റർ വെതർ എന്നുള്ളതിനെ തന്നെ, മാറ്റർ വെതർ എന്ന് പറഞ്ഞ കൺസ്ട്രക്ഷൻ നമ്മൾ ഇത്തിരി കൂടി ഇംപ്രൂവൈസ് ചെയ്തിട്ട് എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ വളരെ മനോഹരമായിട്ട് നമ്മുടെ ഐഡിയനെ ചേഞ്ച് ചെയ്യാണ്ട് പാരാഫ്രൈസ് ചെയ്ത് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള നല്ല സിനോണിംസ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ വേണം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പാരാഫ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പാരാഫ്രൈസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരിക്കലും ഐഡിയ ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഐഡിയ ചേഞ്ച് ചെയ്യാണ്ട് നമ്മൾ എങ്ങനെ എഴുതണം എന്നുള്ള കാര്യം ഞാനിപ്പോൾ കൃത്യമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീസിസ് സ്റ്റേറ്റ്മെന്റിലേക്ക് കിടക്കാം.
തെസിസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തെസിസ് സ്റ്റേറ്റ്മെന്റ് എഴുതാം. നമ്മൾ എന്തായാലും ഇതൊരു പോസിറ്റീവ് ട്രെൻഡ് ആണെന്ന് പറഞ്ഞിട്ട് എഴുതുന്നതായിരിക്കും ഈ എസ്സേക്കും ഇതിന് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നല്ലത്. അപ്പോൾ തെസിസ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് എഴുതേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, certainly it represents a positive trend as the government's primary role is to regulate society and the increased involvement of non-governmental entities in scientific research can accelerate the pace of development. അപ്പോൾ ഡെവലപ്മെന്റിന്റെ പേസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഡെഫിനറ്റ്ലി നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ്, അതായത് പ്രൈവറ്റ് കമ്പനീസിനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഡെവലപ്മെന്റ് പേസ് കൂട്ടാൻ വളരെ ഈസി ആയിരിക്കും എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ മനോഹരമായുള്ള ഒരു തെസിസ് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നു നിങ്ങൾക്ക് എങ്ങനെ ജനറൽ സ്റ്റേറ്റ്മെന്റ് എഴുതാം, എങ്ങനെ പാരാഫ്രൈസ് ചെയ്യാം, എങ്ങനെ നമുക്ക് തെസിസ് സ്റ്റേറ്റ്മെന്റ് എഴുതാം എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റിന് സൂട്ടബിൾ അല്ല ഏറ്റവും നല്ലൊരു ഇൻട്രൊഡക്ഷൻ നമ്മളിപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ B1 എഴുതണം, എങ്ങനെ B1 എഴുതണം, എങ്ങനെ B2 എഴുതണം, എങ്ങനെ B3 എഴുതണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്താൽ പോകുന്നുള്ളൂ. അതിൽ വെക്കേണ്ട പോയിന്റ്സുകളെ കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. കൺക്ലൂഷൻ എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, എങ്ങനെ കൺക്ലൂഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഞാൻ അതിന്റെ പോയിന്റ്സുകൾ മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പോൾ ഇത് പോസിറ്റീവ് ട്രെൻഡ് ആണെന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് നമുക്കൊരു നല്ല B1 എഴുതണം. അത് പോസിറ്റീവ് ട്രെൻഡിനെ കുറിച്ചിട്ട് വേണം നമ്മൾ എഴുതിയിട്ടുള്ള ബെച്ചറ്റ് വേണം, അതിന് സപ്പോർട്ടീവ് പോയിന്റ് വേണം നമ്മൾ B1 എഴുതാൻ. B2 എഴുതുമ്പോഴും നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ട്രെൻഡ് ആണെന്നുള്ളതിനെ കുറിച്ച് സപ്പോർട്ട് ചെയ്യുന്ന രണ്ടാമത്തെ ഏറ്റവും നല്ല പോയിന്റ് വേണം എഴുതാൻ വേണ്ടിയിട്ട്. B3 എഴുതുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ഒപ്പോണന്റ് ഭാഗമാണ്, അത് നെഗറ്റീവ് സൈഡിനെ കുറിച്ചിട്ട് വേണം നമ്മൾ പറയാൻ വേണ്ടിയിട്ട്. ഇത് മേജർ നെഗറ്റീവ് സൈഡിനെ കുറിച്ചിട്ട് പറയുന്നതായിരിക്കും അതിൽ എപ്പോഴും നല്ലതായിരിക്കും. കൺക്ലൂഷനിൽ എന്ന് പറഞ്ഞാൽ B1ലെയും B2ലെയും B3ലെയും പോയിന്റ് അലോങ് വിത്ത് യുവർ വ്യൂ, നമ്മളെ വ്യൂ എന്താണെന്നുള്ള പോസിറ്റീവ് ട്രെൻഡ് ആണെന്നുള്ള പറഞ്ഞാൽ അപ്പോൾ വ്യൂ വെച്ചിട്ട് നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക് വ്യൂവിൽ കൺക്ലൂഡ് ചെയ്യണം. ഇങ്ങനെ വേണം നമ്മളൊരു പ്രോപ്പർ ആയിട്ടുള്ള എസ്സേ സ്ട്രക്ചർ നമ്പർ 1 എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ നമുക്ക് വെക്കാവുന്ന B1 വെക്കാവുന്ന നല്ലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നോവേറ്റീവ് ആൻഡ് എഫിഷ്യൻസി എന്നുള്ളൊരു കാര്യം നമുക്കൊരു പോയിന്റ് വെക്കാം. കാരണം പ്രൈവറ്റ് കമ്പനീസിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ റിസർച്ചിന് വെക്കുമ്പോൾ ഇവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ കണ്ടുപിടിക്കാം. കാരണം ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഹയർ ചെയ്തിരിക്കുന്ന എംപ്ലോയീസിനെ വെച്ചിട്ട് ഇവർക്ക് കാര്യം ടാർഗറ്റ് ഓറിയന്റഡ് ചെയ്യുമ്പോൾ ഇത് ഇന്നോവേറ്റീവും എഫിഷ്യൻസിയും ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ അവർക്കുള്ള ഹ്യൂമൻ റിസോഴ്സ് വെച്ചിട്ട് ഒന്നും കൂടി നമുക്ക് ഇന്നോവേറ്റീവ് എഫിഷ്യൻസി ആക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് വെക്കാവുന്ന നല്ലൊരു പോയിന്റ് ആണ്. രണ്ടാമത്തെ ഒരു പോയിന്റ് വെക്കാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കണോമിക് ഗ്രോത്തിനെ കുറിച്ചിട്ട് നമുക്ക് പറയാം. എക്കണോമിക് ഗ്രോത്തിന് പ്രൈവറ്റ് കമ്പനീസ് ഇങ്ങനെ ചെയ്യുമ്പോൾ അത് എക്കണോമിക് ഗ്രോത്ത് ഇത്തിരി കൂടി സ്പീഡ് കൂട്ടും, അല്ലെങ്കിൽ ജോബ് ക്രിയേഷൻസ് ഉണ്ടാവും, മാർക്കറ്റിന്റെ എക്സ്പാൻഷൻ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഒരു പോയിന്റ് നമുക്ക് വെക്കാം. അപ്പോൾ B1 ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് വെച്ചാൽ എക്കണോമിക് ഗ്രോത്ത് ആവും ചിലപ്പോൾ നല്ലത്, അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് എഫിഷ്യൻസി എന്നുള്ള കാര്യവും ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് നമ്മൾ വെക്കാൻ പാടുള്ളൂ B1. B2 അതുപോലെ തന്നെ ഡൈവേഴ്സിഫൈങ് ഫണ്ടിങ് എന്നുള്ള പോയിന്റ് നമുക്ക് വെക്കാം. പല ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ഇതിനെ ഫണ്ട് ചെയ്യാൻ പറ്റും. കാരണം ഗ്ലോബൽ കമ്പനീസിന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല ഭാഗങ്ങളിലും ശരിക്കും പറഞ്ഞാൽ ഫണ്ടിങ് ചെയ്യാം. റെഡ്യൂസിങ് ദ ഡിപ്പെൻഡൻസി ഓൺ ഗവൺമെന്റ് ബഡ്ജറ്റ്സ്, അതായത് ഗവൺമെന്റ് ബഡ്ജറ്റിന് ശരിക്കും പറഞ്ഞാൽ ഇത് ചെയ്യും. ഇപ്പൊ ഇന്ത്യ പോലത്തെ രാജ്യത്തിൽ ശരിക്കും പറഞ്ഞാൽ പ്രൈവറ്റ് കമ്പനീസിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഗവൺമെന്റ് സയന്റിഫിക് റിസർച്ചിന് വേണ്ടി കൊണ്ടുവരുന്നതിന്റെ ഇതിനെ കുറയ്ക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാൻ പറ്റും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ പ്രൈവറ്റ് കമ്പനീസിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ. അപ്പൊ അത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ജനങ്ങൾക്കും നമ്മുടെ രാജ്യത്തിനും അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവും എന്നുള്ള ഒരു കാര്യം നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. പിന്നെ ഗ്ലോബൽ കൊളാബറേഷൻ എന്നുള്ളൊരു ഭാഗമൊക്കെ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് 2 പോയിന്റ് മതി, B1 ഒരു പോയിന്റ്, B2 ഒരു പോയിന്റ്. ഈ 2 പോയിന്റ് മാത്രമാണ് നമുക്ക് മെയിൻ ആയിട്ട് വരേണ്ടത്. ഇനി നമുക്ക് B3 വെക്കേണ്ട ഒരു പോയിന്റിനെ കുറിച്ചിട്ടും കൂടി നമുക്ക് ഇതിനെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. B3 നമുക്ക് എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് മോട്ടീവ് ആണെന്നുള്ള ഒരു കാര്യം, അതൊരു റിയൽ കൺസേൺ ആണെന്നുള്ള ഒരു കാര്യം പറയാം. കാരണം പ്രൈവറ്റ് കമ്പനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരതിന് പേറ്റന്റ് ചെയ്ത് കഴിഞ്ഞാലോ അവരത് കണ്ടുപിടിച്ച് കഴിഞ്ഞാലോ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അത് ഒരു പക്ഷേ അവർ നല്ലൊരു പൈസ ചാർജ് ചെയ്യേണ്ടി വരും. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പല ഗവൺമെന്റ് കമ്പനീസോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓർഗനൈസേഷൻസും നമ്മുടെ കോവിഡ് വാക്സിന്റെ ശരിക്കും കണ്ടുപിടിക്കുന്നതിന്റെ ഒപ്പം തന്നെ പ്രൈവറ്റ് കമ്പനീസും ചെയ്തിരുന്നു. പ്രൈവറ്റ് കമ്പനീസ് അതൊരു വലിയൊരു പൈസക്കാണ് വിറ്റുകൊണ്ടിരുന്നത്. പക്ഷേ പല ഗവൺമെന്റുകളും ശരിക്കും പറഞ്ഞാൽ ഇത് ചേർന്ന് ഇന്ത്യ പോലത്തെ രാജ്യത്ത് ഗവൺമെന്റ് ഫണ്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രൈവറ്റ് കമ്പനിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ കോവിഡിന്റെ വാക്സിൻ കണ്ടുപിടിച്ചത്. അപ്പൊ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് മോട്ടീവ് ആവും എന്നുള്ളൊരു കാര്യം നമുക്ക് നെഗറ്റീവ് സൈഡ് ആണ്. ഓൺ ദ അതർ ഹാൻഡ് എന്ന് പറയുന്നത് നമുക്ക് B3 വെക്കാം. B3 എഴുതേണ്ട രീതി എന്താണെന്നുള്ള കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്ന് വെച്ചാൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഈ സ്ട്രക്ചർ എഴുതാണെന്നുള്ള കാര്യം അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നുള്ള നമ്മുടെ ഓൺലൈൻ ക്ലാസ്സോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ക്ലാസ്സുകളോ ഞങ്ങൾ തരുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫ്ലൈൻ ആണെങ്കിൽ ഓഫ്ലൈൻ ആയിട്ട് വന്ന് പഠിക്കാവുന്നതാണ്. അപ്പോൾ IELTS എങ്ങനെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാന്നുള്ളൊരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. B3 വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു B3 വേണം. ഇനി നമുക്ക് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ കൺക്ലൂഷനിൽ നമ്മൾ B1ന്റെയും B2ന്റെയും B3ലെയും പോയിന്റ് വെച്ചതിന് ശേഷം നമ്മുടെ വ്യൂ പോസിറ്റീവ് ട്രെൻഡ് ആണെന്നുള്ള കാര്യം
കാര്യം വളരെ വ്യക്തമായിട്ട് പറയണം. അഡീഷണൽ ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ആഡ് ചെയ്യാൻ പാടില്ല. അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു കൺക്ലൂഷൻ എഴുതി അതിനെ പറ്റി ഒരു ഫ്യൂച്ചറിസ്റ്റിക് വ്യൂ കൂടി കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ലൊരു എസ്സേ എഴുതാം. അപ്പോൾ ഈ ഒരു എസ്സേ എഴുതുന്നതിനെ കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. നല്ലൊരു മനോഹരമായുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഞാനിപ്പോൾ എങ്ങനെ എഴുതണം എന്നുള്ള കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഞങ്ങൾ പറയാവുന്ന കാര്യങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ഉത്തരത്തിനും നമ്മൾ ഡൗട്ട് ക്ലാരിഫൈ ചെയ്യുന്നതാണ്. അപ്പോൾ താങ്ക് യു വെരി വെരി മച്ച്.